നമ്മളോട് തെറ്റ് ചെയ്ത ആൾക്കാരോട് നമ്മൾ ക്ഷമിക്കണം എന്നൊന്നും അല്ല അത് ഉദ്ദേശിക്കുന്നത്. നമ്മളോട് അയാൾ എന്താണോ ചെയ്തത്, അപ്പം നമുക്ക് എന്താണോ ഫീൽ ചെയ്തത്, ആ ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ കിടന്ന് നമ്മളെ വേദനിപ്പിക്കുകയാണ്. ആ വേദനിപ്പിക്കുന്ന ഫീലിങ്ങിനെ നമ്മൾ പതുക്കെ നമ്മളോട് തന്നെ ക്ഷമിക്കുന്നു. ഇപ്പം നമ്മളോട് തന്നെ നമുക്ക് തോന്നില്ലേ, ഞാൻ എന്താ ഇങ്ങനെ റിയാക്ട് ചെയ്തേ, ഞാൻ എന്താ ഇങ്ങനെ ആയിപ്പോയേ, ഈ ടോക്സിക് ആണെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തിനാ ഇത്രയും കാലം ഇതിൽ നിന്നേ. അപ്പം നമ്മളോട് തന്നെ ആദ്യം ക്ഷമിക്കണം. അതായത് നമുക്ക് ആ സമയത്ത് സ്വയം കുറ്റപ്പെടുത്താതിരിക്കണം. കുറ്റപ്പെടുത്തും, പക്ഷേ അതുപോലെ തന്നെ നമുക്ക് ക്ഷമിക്കാനും പറ്റണം. അതായത് നമ്മൾ എന്തുകൊണ്ട് ആ സമയത്ത് അങ്ങനെ ഡിസിഷൻ എടുത്തു, നമുക്ക് അന്ന് അതേ കഴിയുള്ളായിരുന്നു, അല്ലെങ്കിൽ ഇതിനേക്കാളും ബെറ്റർ ഉണ്ടെന്ന് നമുക്ക് അറിയില്ലായിരുന്നു. ഇതിനപ്പുറത്തേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അറിവില്ലായ്മകളുണ്ട് കുറേ. അതിനൊക്കെ നമ്മളങ്ങ് ക്ഷമിക്കുക. നമ്മളോട് തന്നെ ക്ഷമിച്ചിട്ട് നമ്മളെ ആ വേദനയിൽ നിന്നും മോചിപ്പിക്കുക. ആ ചെയ്ത ആളോട് ക്ഷമിക്കണം എന്നൊന്നും അല്ല പറയുന്നത്, അതിന് കറക്റ്റായിട്ടുള്ള ആക്ഷൻ എടുക്കുക. അതിപ്പോൾ നിയമപരമായിട്ടാണെങ്കിൽ അങ്ങനെ, അതല്ല അയാളുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിക്കണം എന്നാണെങ്കിൽ അങ്ങനെ. എന്താണെന്ന് വെച്ചാൽ അത് ന്യായമായിട്ടുള്ള കാര്യം ചെയ്യുക. പക്ഷെ അതിന് മുന്നേ നമ്മളോട് ക്ഷമിക്കണം. നമ്മളോട് ക്ഷമിച്ചാൽ മാത്രമേ നമുക്ക് ആ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു ചങ്ങലേനെ നമുക്ക് പുറത്തേക്ക് കളയാൻ പറ്റും. ഒരു സോഷ്യൽ പ്രഷറും കൂടി ഉണ്ട് നമുക്കതിൽ നിന്ന് വിട്ടുപോരാൻ പറ്റാത്തത്. ഇപ്പം ഒരു പ്രണയമാണെങ്കിൽ, ചേച്ചി ഇപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാനത് മെൻഷൻ ചെയ്യാം. കാരണം കൂട്ടുകാരെന്ത് പറയും, കൂട്ടുകാരോട് ഞാൻ എങ്ങനെ ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആക്കി എന്ന് പറയും. അങ്ങനെയുള്ള റിലേഷൻഷിപ്പുകളിൽ അല്ലെങ്കിൽ ഒരു വർഷമായി, 2 വർഷമായി, 3 വർഷമായി ഈ പ്രണയത്തിലായിപ്പോയി എന്നതുകൊണ്ട് നമുക്ക് ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന് പോകുന്ന ആളുകളുണ്ട്. ഞാൻ എങ്ങനെ, ഞങ്ങളുടെ ഫ്രണ്ട്സ് കോമണാ, അപ്പം ഈ ഗ്രൂപ്പിൽ നിന്ന് ഞാൻ ഔട്ടായി പോവും. ഇപ്പം ഞാൻ ഇതിനോട് നോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആണോ പെണ്ണോ ഞാനൊരു തെറ്റുകാരിയായി മാറും. എല്ലാവർക്കും പോളിഷായൊരു വശമായിരിക്കും ഒരാളുടെ അറിയാവുക. അതെനിക്ക് തോന്നുന്നു ടോക്സിക് പേഴ്സൻ്റെ ഏറ്റവും നല്ല വശമായിരിക്കും അപ്പുറം നിൽക്കുന്ന ആൾക്ക് അറിയുണ്ടാവുക. അപ്പോൾ ഈ കൂട്ടുകാർക്കിടയിൽ നമ്മൾ ഒറ്റപ്പെടുവോ എന്നുള്ളൊരു അല്ലെങ്കിൽ ഒരു സോഷ്യൽ പ്രഷറും കൂടി ഉണ്ടെന്ന് തോന്നുന്നു ഡിസിഷൻ എടുക്കാൻ നമ്മൾ ഭയക്കുന്നതിന് ഒരു കാരണം. അപ്പം നമ്മൾ ആ ടോക്സിസിറ്റിയിലോ ആ ബന്ധം, അത് സൗഹൃദമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, എന്ത് തരത്തിലുള്ള ബന്ധമായിക്കോട്ടെ, ഓഫീസ് സ്പേസിലെ ബന്ധമായിക്കോട്ടെ, എന്ത് ബന്ധമായിക്കോട്ടെ, പക്ഷെ അത്തരമൊരു ഭയവും കൂടി നമ്മളെ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, എടുക്കണോ വേണ്ടിയോ എന്ന് ചിന്തിപ്പിക്കുന്നത് ഒരു ഫാക്ടറാണ് എന്ന് തോന്നുന്നു.